വെൽക്കം ടു അപ്പൂസ് കിച്ചൺ. എല്ലാവർക്കും അപ്പൂസ് കിച്ചണിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ലോക്ക്ഡൗൺ ഡേയ്സിലായിരിക്കുമല്ലോ എല്ലാവരും അല്ലേ? അപ്പോൾ സുഖമായും സന്തോഷമായും ഇരിക്കുക. ഇന്ന് അപ്പൂസ് കിച്ചണിൽ ഡേ ഇൻ മൈ ലൈഫാണ്. പതിവ് പോലെ തന്നെ ഒരു ദിവസം തീർച്ചയായും എല്ലാവരും കാണുക. എന്താ വേണ്ടത്? തന്തൂർ റൊട്ടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറേ നാളായിട്ട് മാജി പറയുന്നുണ്ട്. അപ്പോൾ ഇന്ന് രാത്രിയത്തേക്ക് വേണ്ടിയിട്ട് അതിനുള്ള മാവ് കുഴച്ച് വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ പോവാണ്. കാലത്ത് തന്നെ ഈ മാവ് കുഴച്ച് വെക്കണം, എങ്കിലേ നമുക്കിത് വൈകുന്നേരം ആകുമ്പോൾ ചുടാൻ പറ്റത്തുള്ളൂ. അതിനായിട്ട് ഞാൻ 1/2 കപ്പ് തൈരും 1 കപ്പ് പാലും ഒഴിച്ചിട്ട് അതിലേക്ക് അല്പം ബട്ടർ ചേർത്തിട്ടുണ്ട്. പിന്നെ ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ചു. ഒരു വലിയ സ്പൂൺ പഞ്ചസാരയും 1 ടീസ്പൂൺ ഉപ്പും ചേർത്തെടുത്തിട്ടുണ്ട്. ഇവിടെ ഞാൻ ആട്ടയും മൈദയും തുല്യ അളവിലാണ് എടുക്കുന്നത്. ഞാൻ സാധാരണ ആശീർവാദിൻ്റെ ആട്ടയാണ് വാങ്ങിക്കാറ്. ഇതുകൊണ്ട് എങ്ങനെ ഉണ്ടാക്കിയാലും ചപ്പാത്തിയും പൂരിയും ഒക്കെ നന്നായിട്ട് വരാറുണ്ട്. അതാണ് എനിക്ക് ഈ ആട്ട വല്ലാണ്ട് ഇഷ്ടപ്പെടാൻ കാര്യം. മറ്റുള്ള ആട്ട ഒക്കെ വാങ്ങിക്കുമ്പോൾ എനിക്ക് പരത്താനും കുഴക്കാനും ഒക്കെ ഒരു ബുദ്ധിമുട്ട് അനുഭവപ്പെടാറുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ഇതന്നെയാണ് കുറേ വർഷങ്ങളായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ 2 കപ്പ് ആട്ട ചേർത്തിട്ടുണ്ട് ഞാൻ. അപ്പോൾ അത്ര തന്നെ മൈദയും ചേർത്തിട്ട് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്തിട്ടുണ്ട്. നന്നായി തേച്ച് കുഴച്ച് വെക്കാം. ഒരു നനഞ്ഞ ടവല് ഇതിന് മുകളിൽ വിരിച്ചിട്ട് നമുക്കിത് മാറ്റി വെക്കാം. ഇതിനൊപ്പം കഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ വെജിറ്റബിൾ കുറുമയാണ് തയ്യാറാക്കുന്നത്. അതിനായി കുറച്ച് ഗ്രീൻ പീസ് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് ടൈമായി. ഇന്നുണ്ടാക്കിയത് നൂൽപുട്ടാണ് അഥവാ ഇടിയപ്പം. ഇടിയപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഡബിൾ ഹോഴ്സിൻ്റെ ഇൻസ്റ്റൻറ്റ് ഇടിയപ്പം വാങ്ങിച്ചു വെക്കലാണ്. ചില ദിവസങ്ങളിൽ നമുക്ക് സമയക്കുറവോ അല്ലെങ്കിൽ മടിയൊക്കെ പിടിച്ചിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ വളരെ ബുദ്ധിമുട്ട് തോന്നുന്ന അവസരങ്ങളിലൊക്കെ ഞാനിതാണ് ഉണ്ടാക്കാറ്. വളരെ എളുപ്പത്തിൽ നമുക്കിത് തയ്യാറാക്കാം. കാരണം എന്ന് വെച്ചാൽ കുറച്ച് വെള്ളം തിളപ്പിച്ച് അതിൽ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്ത് ഇടിയപ്പം അതിൽ ഇട്ട് കൊടുത്ത് 1 മിനിറ്റ് നേരം അടച്ചു വെച്ച് അതൊരു അരിപ്പയിലിട്ട് വെച്ചാൽ അടിപൊളി ഇടിയപ്പം തയ്യാറായി. സോഫ്റ്റ് ആയിട്ടുള്ള ഇടിയപ്പം തന്നെ ഇത് കിട്ടും കേട്ടോ. അപ്പോൾ അങ്ങനെ തയ്യാറാക്കിയ ഇടിയപ്പമാണിത്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞു. ഇന്ന് നല്ല കാറ്റുള്ള ദിവസമാണ്. അടുക്കള മുറ്റത്തൊക്കെ ഇലകൾ വീണിട്ട് നല്ലോണം വൃത്തികേടായി കിടക്കുന്നുണ്ട്. അതൊക്കെ ഒന്ന് തൂത്ത് വൃത്തിയാക്കാമെന്ന് കരുതി. പിന്നെ ഒരു വിശേഷമുണ്ട് കേട്ടോ. കുറച്ച് പുതിയ ആൾക്കാർ വന്നിട്ടുണ്ട് നമ്മുടെ വീട്ടിൽ. അതൊരു രസമുള്ള കഥയുമാണ് കേട്ടോ. ഞങ്ങളുടെ വീട്ടിൽ 3 കോഴികളുണ്ട്. ഇപ്പോൾ കരിങ്കോഴി ഒരു ട്രെൻഡ് ഇറങ്ങുന്ന സമയമാണല്ലോ. ഹസ്ബൻഡ് കരിങ്കോഴികളെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ 3 കോഴികളിൽ 2 കോഴി സ്ഥിരമായിട്ട് മുട്ടയിടാൻ തുടങ്ങി. മറ്റൊരു കോഴി ഇത് മുട്ടയിടാനായിട്ടില്ല എന്നാണ് വിചാരിച്ചത്. പക്ഷേങ്കിൽ ഒരു ദിവസം ഞങ്ങൾ ഗ്രീൻ ഹൗസിൻ്റെ ഒരു മൂലയിൽ നോക്കുമ്പോഴേക്കും കുറേ മുട്ടകൾ
ഭയങ്കര സർപ്രൈസായി. ഏതായാലും നമ്മൾ ഈ കോയിനെ അടയിരുത്താൻ വേണ്ടിയിട്ട് ഒരു കുട്ടയിൽ മണ്ണ് നിറച്ചിട്ട് മുട്ടകളൊക്കെ നിരത്തിയിട്ട് ഞങ്ങളുടെ വിറക് പുരയിലേക്ക് ഇവരെ മാറ്റിയിട്ടുണ്ട്. ഇടയ്ക്കിടെ പോയി നോക്കും, കോഴിക്കുള്ള ഭക്ഷണം കൊടുക്കും, അത് ഇടയ്ക്കിടയ്ക്ക് പുറത്തു പോകും. പിന്നെ രാത്രിയാകുമ്പോൾ നമ്മൾ തിരികെ അതിനെ ആ സ്ഥലത്ത് തന്നെ കൊണ്ടുപോയി കിടത്തും. കുറച്ച് ദിവസം കഴിഞ്ഞ് ഇപ്പോൾ ഈ നമ്മളൊരു കോഴിക്കുഞ്ഞിൻ്റെ കരച്ചിൽ കേട്ടിട്ട് ചെന്ന് നോക്കുമ്പോഴേക്കും മുട്ടകളൊക്കെ വിരിഞ്ഞിട്ടുണ്ട്. ഭയങ്കര എക്സൈറ്റഡായി, എല്ലാവർക്കും സന്തോഷമായിട്ടുണ്ട്. ഇപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ 7 കോഴിക്കുഞ്ഞുങ്ങൾ കൂടി വന്നിട്ടുണ്ട്. അതിനുള്ള തീറ്റയായിട്ട് സ്റ്റാർട്ടർ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഈ മുറ്റമൊക്കെ തൂത്ത് വൃത്തിയാക്കി. അപ്പോൾ എനിക്കൊരു ഗ്ലാസ് ബൗൾ കിട്ടിയിട്ടുണ്ട്. ഇത് മുമ്പ് കുട്ടികൾ മീൻ വളർത്താനോ മറ്റോ വാങ്ങിയൊരു ബൗളാണെന്ന് തോന്നുന്നു. അപ്പോൾ അതിൽ നന്നായിട്ട് പായൽ പിടിച്ചിട്ട് കുറച്ച് അഴുക്കായിട്ട് കിടക്കുന്നുണ്ട്. ഞാനതൊക്കെ കഴുകി വൃത്തിയാക്കിയിട്ട് വെള്ളം നിറച്ച് മതിലിൻ്റെ അടുത്ത് കൊണ്ടുവച്ചിട്ടുണ്ട്. പക്ഷികളൊക്കെ ദാഹിച്ച് വരുമ്പോൾ കുടിച്ചോട്ടെ എന്ന് കരുതിയിട്ടാണ്. ഇനിയിപ്പോൾ ഉച്ചഭക്ഷണം റെഡിയാക്കണം. അതിനായിട്ട് വിറകൊക്കെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഫുഡൊക്കെ ഉണ്ടാക്കി എനിക്ക് പറമ്പെന്നൊരു പപ്പായ കിട്ടിയിട്ടുണ്ടായിരുന്നു. പച്ചപ്പപ്പായ ഞാൻ പറിച്ചെടുത്തതാണ്. അതുകൊണ്ടൊരു ഉപ്പേരി ഉണ്ടാക്കി. പിന്നെ ചെമ്മീൻ കിട്ടിയിട്ടുണ്ടായിരുന്നു കാലത്ത്, അതും കറി വെച്ചു. ജാസ്മിന് പപ്പടം കാച്ചുക കൂടി ചെയ്യുന്നുണ്ട്. ഇനി എല്ലാവരും ഭക്ഷണം കഴിക്കും. ഈ ഒരു ലോക്ക്ഡൗൺ ഡേയ്സിൽ ഏറ്റവും സന്തോഷകരമായിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ വീട്ടിലുള്ള എല്ലാവരും, നമ്മുടെ വീട്ടുകാർക്ക് എല്ലാവർക്കും ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാനുള്ള ഒരു അവസരമാണ് ഈ ലോക്ക്ഡൗൺ തരുന്നത്. സാധാരണ ഞായറാഴ്ചകളിൽ മാത്രമേ കുറച്ച് സമയം കുട്ടികൾ ഒന്നിച്ചിട്ട് ഇരിക്കാനും ഭക്ഷണം കഴിക്കാനൊക്കെ പറ്റത്തുള്ളൂ. അപ്പോൾ ഇങ്ങനെ ലോക്ക്ഡൗൺ ആയതുകൊണ്ട് ദിവസം നമ്മൾക്ക് ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാം. അത് ഈ ലോക്ക്ഡൗണിൻ്റെ ഒരു പ്രത്യേകതയായിട്ട്, അല്ലെങ്കിൽ ഒരു സന്തോഷകരമായ പോസിറ്റീവായിട്ടുള്ള കാര്യമായിട്ട് നമ്മളെല്ലാവരും കാണണം. ചോറൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ഞാൻ മുകളിലത്തെ വരാന്തയിൽ പോയിട്ട് കുറച്ച് നേരം വിശ്രമിക്കും. നല്ല കാറ്റാണ് പടിഞ്ഞാറുന്ന് വീശുന്നത്. അപ്പോൾ നല്ല റിലാക്സ് ആയിട്ട് കുറച്ച് നേരം ഇരിക്കാൻ പറ്റും. എൻ്റെ തയ്യൽ മെഷീൻ ഇവിടെയാണ് കിടക്കുന്നത്. ഇന്ന് വെറുതെ ഒരു മാസ്ക് തയ്ച്ചാൽ കൊള്ളാമെന്ന് കരുതി. അതിനായി ഞാനൊരു തുണി എടുത്തിട്ടുണ്ട്. കോട്ടൺ തുണി ഒരേ അളവിൽ 2 പീസ് എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ നീളം 6 ഇഞ്ചും വീതി 9 ഇഞ്ചുമാണ്. എന്നിട്ട് ഇതുപോലെ 1.5 ഇഞ്ച് അളവിൽ മുകളിലും താഴെയും അളവെടുത്തിട്ട് ചോക്ക് കൊണ്ട് വരച്ചിട്ടുണ്ട്. എന്നിട്ട് ഇതിൻ്റെ താഴ്ഭാഗത്ത് നിന്നും മുകളിൽ നിന്നും ഇതുപോലെ എടുത്തിട്ട് മധ്യഭാഗത്ത് കൊണ്ടുവയ്ക്കണം. ഇനി ഒരു 1.5 ഇഞ്ച് വീതിയുള്ള 2 പീസ് എടുത്തിട്ട് ഇതിൻ്റെ വശങ്ങളിൽ ഇങ്ങനെ തയ്ച്ച് പിടിപ്പിക്കാം. എന്നിട്ട് നമുക്കിതിൻ്റെ 2 വശങ്ങളിലും കുറച്ച് നീളത്തിൽ ഒരു തുണി എടുക്കണം. 21 സെൻറ്റിമീറ്റർ തുണി എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ ഇതിൻ്റെ 2 വശങ്ങളിലും തയ്ച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഞാൻ യൂട്യൂബിൽ നിന്ന് ഒരു വീഡിയോ കണ്ടിട്ടാണ് ഇത് തയ്ക്കാൻ പഠിച്ചത്. അല്ലാണ്ട് എനിക്ക് തയ്യലൊന്നും അറിയില്ല.
അപ്പോൾ ഞാൻ ഒന്ന് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ്, അത് നിങ്ങളോട് ഷെയർ ചെയ്യാമെന്ന് വെച്ചു. മോന് അതൊക്കെ ഇട്ട് നോക്കുന്നുണ്ട്. വൈകുന്നേരം ആയിട്ടുണ്ട്. ഹസ്ബൻഡ് തോട്ടത്തിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ കേരളത്തിൽ നല്ല ചൂടാണല്ലോ. ഇടയ്ക്ക് 1-2 പ്രാവശ്യം പെയ്തതല്ലാതെ വേനൽ മഴ പിന്നെ വന്നതേ ഇല്ല. ചെടികളെയൊക്കെ പ്രൂണിങ് ചെയ്യുകയാണ്. അപ്പോൾ ചെടികളെ കമ്പുകളൊക്കെ വെട്ടിയൊതുക്കുന്ന പരിപാടിയാണല്ലോ ഈ പ്രൂണിങ്. അങ്ങനെ വെട്ടിയൊതുക്കി ആദ്യമായിട്ട് പൂത്ത മാതളത്തിൻ്റെ കമ്പടക്കം വെട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ടെൻഷനിലാണ് പുള്ളിയുള്ളത്. ഭാഗ്യത്തിന് മറ്റൊരു കമ്പിൽ കൂടി പൂവ് കിടക്കുന്നുണ്ട്, അതുകൊണ്ട് അത് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഞങ്ങൾ നമ്മളെ പച്ചക്കറി തോട്ടത്തിലേക്ക് എത്തിയിട്ടുണ്ട്. വഴുതനങ്ങ കായ്ച്ച് കിടപ്പുണ്ട്. അപ്പോൾ അത് വിളവെടുപ്പിലാണ്. ഇന്ന് ഞങ്ങളുടെ അയൽവാസികൾക്കൊക്കെ കൊടുക്കണം. അപ്പോൾ ഒരു പടവലം കൂടി കിട്ടിയിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഈ കൃഷി ചെയ്യുന്ന ആൾക്കാർക്ക് ഇതൊക്കെ കാണുമ്പോൾ ഉള്ളൊരു സന്തോഷം ഉണ്ടാവില്ലേ, അത് ശരിക്കും ഹസ്ബൻഡിൻ്റെ മുഖത്ത് കാണാം. ടീ ടൈമായി. പച്ചക്കറി തോട്ടത്തിൽ നിന്ന് കയറിയപാട് ഹസ്ബൻഡിന് ചായ കൊടുക്കും. ഇന്ന് നമുക്ക് 2 ഷെഫ് മാസ്റ്റേഴ്സിനെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ രണ്ടാളും കൂടിയിട്ട് എനിക്ക് വെജിറ്റബിൾ കട്ട് ചെയ്ത് തരുന്നുണ്ട്. ഒരാൾ പീൽ ചെയ്യുന്നുണ്ട്, മറ്റേ ആൾ കട്ട് ചെയ്യുന്നുണ്ട്. ആ ഒരു സമയം കൊണ്ട് എനിക്ക് റൊട്ടി ഉണ്ടാക്കുകയും ചെയ്യാമല്ലോ. അപ്പോൾ അവരുടെ കുക്കിംഗ് ആണിപ്പോൾ നടക്കുന്നത്. നിങ്ങൾ കണ്ടോക്കൂ. പാട് ആയി അതെത്തിക്കൊണ്ട് പോയിട്ട് ആദ്യമായ വെജിറ്റബിൾസ് എല്ലാം ഇല്ലേ കുക്കറിലിട്. മറ്റേ ഗ്രീൻ പീസ് ഇല്ലേ അങ്ങനെ എടുത്തിട്ട് വെച്ചു. ഇനി 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. 1/4 ടീസ്പൂൺ എന്താ അറിയാം. ശരി, നെക്സ്റ്റ് ഉപ്പ്. ഇട്ടില്ലേ മതി. പോയിട്ട് അടുപ്പത്തോണ്ട് വെച്ചത് അടുപ്പിൽ വേർത്തിട്ടോ.
നിങ്ങളുടെ വീട്ടിലെ സംസാരമാണ് നിങ്ങൾ ഇത്രയും സമയം കേട്ടത്. അപ്പോൾ സഹായിച്ച് കാര്യങ്ങൾ കൈവിട്ട് പോകാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ മമ്മൂനെയും അപ്പൂനെയും കിച്ചണിൽ നിന്ന് പറഞ്ഞു വിട്ടു. അപ്പോൾ ഇപ്പോൾ സന്ധ്യയൊക്കെ കഴിഞ്ഞ് പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞിട്ട് വീണ്ടും കിച്ചണിലേക്ക് വന്നതാണ്. കുക്കർ 3 വിസിലടിച്ചപ്പോൾ തന്നെ ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി നമ്മുടെ വെജിറ്റബിൾ കുറുമയിലേക്ക് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കണം. അതിനായി ഞാൻ കുറച്ച് നിലക്കടല വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു. ഒന്നുകിൽ നമുക്ക് കശുവണ്ടി പരിപ്പ് എടുക്കാം, അല്ലെങ്കിൽ നിലക്കടല. അപ്പോൾ തേങ്ങ 1-ാം പാലും 2-ാം പാലും എടുത്ത് വെക്കണം. ആദ്യം നമ്മൾ 2-ാം പാൽ ചേർത്ത് കറി നമ്മുടെ കുറുമ തിളപ്പിക്കണം. അതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. വേറെ മുളക് പൊടിയും അങ്ങനെ ഒന്നും ചേർക്കുന്നില്ല ഇതിൽ. കുരുമുളകും 2 പച്ചമുളകും മാത്രമാണ് എരിവിന് വേണ്ടിയിട്ട് ചേർക്കുന്നത്. എന്നിട്ട് ഈ 2-ാം പാൽ കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് എണ്ണ ഒന്ന് കാച്ചി ഒഴിക്കാം. നമുക്ക് കറിവേപ്പിലയോ മല്ലിയിലയോ എന്ത് വേണമെങ്കിലും ഇതിൻ്റെ കൂടെ ഇടാം. എനിക്ക് രണ്ടും ഇപ്പം വീട്ടിൽ ഇല്ലാത്ത സമയമായതുകൊണ്ട് ഞാനൊരു വറ്റൽമുളക് മാത്രമാണ് ഇട്ട് കാച്ചുന്നത്. അതിനിടയിൽ തന്തൂർ റൊട്ടിക്ക് വേണ്ടിയിട്ട് ഞാൻ പരത്തിയിട്ട് അത് ചുടുന്നുമുണ്ട്. തന്തൂർ റൊട്ടി ഉണ്ടാക്കുമ്പോൾ നമ്മൾ മാവ് കുഴക്കുമ്പം തന്നെ നമുക്ക് കുറച്ച് കസൂരി മേത്തി ഇട്ട് കൊടുക്കാം. ഇനി അങ്ങനെ മറന്നു പോയിട്ടാണെങ്കിൽ ഇതുപോലെ പരത്തുന്ന സമയത്ത് നമുക്ക് അതിന് മുകളിൽ മാവിന് മുകളിൽ വെച്ചിട്ടൊന്ന് പരത്തി കൊടുത്താൽ മതിയാവും. ഇതൊരു നല്ല ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ട് ഭക്ഷണം ഇന്നത്തെ. എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ച് കുട്ടികൾ ഉറങ്ങാൻ വേണ്ടിയിട്ട് പോയി. ഞാനും ഹസ്ബൻഡും കുറച്ച് നേരം ടി വി ഒക്കെ കാണും. എത്രയെന്ന് വെച്ചിട്ടാണ് ടി വിയിൽ ചാനൽ മാറ്റുക. അപ്പം കുറച്ച് കഴിയുമ്പോൾ നമ്മളതൊക്കെ ഓഫ് ചെയ്ത് എന്തെങ്കിലും പുസ്തകമൊക്കെ വായിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം അതിന് വേണ്ടിയിട്ട് ചിലവഴിക്കും. അപ്പോൾ എല്ലാവർക്കും ഈ വ്ളോഗ് ഇഷ്ടമായെന്ന് കരുതുന്നു. താങ്ക് യു സോ മച്ച്.